സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സിന്ധു ഭൈരവി ഈ രാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയില് ഇതിന്റെ അനുപല്ലവി നോക്കാം. നമുക്ക് കൂടുതൽ ഒന്നും പറയണ്ട, നമുക്ക് പെട്ടെന്ന് പാട്ടിലേക്ക് അങ്ങോട്ട് പോവാം. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ ഒന്നുകൂടി നന്നായി പാടിത്തരാം. കളിവള്ളം പനിനീനി കളിവെള്ളം പനിനീനി പനിനീനി കളിവെള്ളം പനിനീനി കെട്ടിയിട്ടു നീനി നീനി കെട്ടിയിട്ടു. മനസ്സിലായോ? ഒന്നിച്ച് പാടിത്തരാം. പനിനീനി നീനി നീനി കളിവെള്ളം കെട്ടിയിട്ടു കളിവെള്ളം കെട്ടിയിട്ടു പനിനീനി നീനി നീനി പുഴക്കടവിൽ ഞാൻ പുഴക്കട ധനി സദ ധനി സധ പുഴക്കട നീനിതപമ. മനസ്സിലായോ? നീനിതപമ പുഴക്കടവിൽ ഞാൻ ധനി സധനി നിതപമ പുഴക്കടവിൽ ഞാൻ നിതപമ ഞാൻ നിതപമ ഞാൻ. നോടി. പുഴക്കടവിൽ ഞാൻ നിതപമ ഞാൻ നിതപമ ഞാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ധനി സധനി നിതപമ പുഴക്കടവിൽ ഞാൻ. ശരി, ഇനി അടുത്തേക്ക് പോകാം. മലരണി വാഗ മപ്പപ്പപ്പ മലരണി വാഗ ചോട്ടിൽ മയങ്ങുമ്പോൾ പാരിദാസ പാരിദാസ നിതപ്പപ്പ നിതപ്പപ്പ. അത് പ്ലെയിൻ പാടി കാണിച്ചു തരാം. മപ്പപ്പപ്പ മലരണി വാഗ മപ്പപ്പപ്പ മലരണി വാഗ ചോട്ടിൽ മയങ്ങുമ്പോൾ പാരിദാസ നിതപ്പപ്പ ചോട്ടിൽ മയങ്ങുമ്പോൾ. പ്ലെയിന് വേണോ? പാരിദാസ ദപ്പപ്പ പാരിദാസ ദപ്പപ്പ എന്ന് പാടാം. മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ മപ്പപ്പപ്പ പാരിദാസ ദപ്പപ്പ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ മപ്പപ്പപ്പ പാരിദാസ ദപ്പപ്പ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ പാരിദാസ ദപ്പപ്പ പാരിദാസ ദപ്പപ്പ ചോട്ടിൽ മയങ്ങുമ്പോൾ. ഇനി അടുത്തത് പസസസ കനവിന്റെ കനവിന്റെ പസസസ പസസസയാണ് കളിത്തേരിൽ സസസാസനി കളിത്തേരിൽ കനവിന്റെ കളിത്തേരിൽ പസസസ. അതാണ് കനവിന്റെ കനവിന്റെ കളിത്തേരിൽ സസസാസനി സരിസാനി പാ
പാമഗമ വന്നില്ലേ സ്നേഹ. ഒന്നുകൂടി നന്നാക്കി കാണാം നമുക്ക്. കനവിന്റെ പസസസ കളിത്തേരിൽ സസസാസനി വന്നില്ലേ സ്നേഹ. നിസസാനി പാമഗമ വന്നില്ലേ സ്നേഹ. നിസസാനി പാമഗമ നിസരിസാനി പാമഗമ. നിസരിസാനി പാമഗമ വന്നില്ലേ സ്നേഹ. കൂടി നന്നാക്കി തരാം. വന്നില്ലേ സ്നേഹ. മൂന്നിലാ പാട്ട്, ഒറിജിനൽ പിച്ചിലാ പാടുന്നത്, ഇത്തിരി ടോപ്പാണ്. കനവിന്റെ കനവിന്റെ കളിത്തേരിൽ പസസസ കനവിന്റെ കളിത്തേരിൽ. അതിനൊരു പൊസിഷൻസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് ആ പ്രോസസ്സ് നിങ്ങൾ ഫില്ല് ചെയ്യണം. സാറേ ഞാൻ പറഞ്ഞുതരാണ്, ഫില്ലാണ് ഞാൻ ചെയ്യുന്നത്, എന്നാലും ശ്രദ്ധിച്ച് ചെയ്യാം. കനവിന്റെ പസസസ കനവിന്റെ കളിത്തേരിൽ സസസാസനി നിസരിസാനി പാമഗമ വന്നില്ലേ സ്നേഹ. വന്നില്ലേ സ്നേഹ. കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ. നിസരിസാനി പാമഗമ നിസരിസാനി നിസരിസാനി പാമഗമ വന്നില്ലേ സ്നേഹ. നിസരിസാനി പാമഗമ വന്നില്ലേ സ്നേഹ. അടുത്തതാക്കാം. സ്നേഹക്കളിവാക്ക് പറഞ്ഞെന്നെ ഗമമപഗമ. അവിടെ ഗമപഗമ ഗാമ മപ ഗാമ മമ്മ രീഗ. ഗമമപഗമ സ്നേഹക്കളിവാക്ക് പറഞ്ഞെന്നെ മമരീഗ മമരീഗ പറഞ്ഞെന്നെ. സ്നേഹക്കളിവാക്ക് പറഞ്ഞെന്നെ. കൂടി നന്നാക്കി തരാം. ഓക്കെ. സ്നേഹക്കളിവാക്ക് ഗമമപഗമ സ്നേഹക്കളിവാക്ക് ഗമമപഗമ മമരീഗ പറഞ്ഞെന്നെ. വേറൊരു വേർഷൻ ഉണ്ട്, കാണിച്ചു തരാം. സ്നേഹക്കളിവാക്ക് ഗമം മദപപ്പഗമ മദപപ്പ മദപപ്പഗമ ഗമം മദപപ്പഗമ സ്നേഹക്കളിവാക്ക് മദപപ്പഗമ കളിവാക്ക് മദപപ്പഗമ. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നവർക്ക് ഇത് ആഡ് ചെയ്യുന്ന നല്ലത്. സ്നേഹക്കളിവാക്ക് ഗമം മദപപ്പഗമ മപമമ്മരീഗ മപമമ്മ മപമമ്മരീഗ. ഈ ഗിത്താറും സിത്താറും വയലിനും ഒക്കെ വായിക്കല്ലോ, ഫ്ലൂട്ടും, അവർക്കൊക്കെ ഈ നോട്ട്സ് ആണ് കുറച്ചുകൂടി ബെറ്റർ. സ്നേഹക്കളിവാക്ക്. അപ്പൊ അവിടെ എന്താ വരിക? ഗമം മദപപ്പഗമ മപമമ്മരീഗ മപമമ്മരീഗ പറഞ്ഞെന്നെ. ഓം ഹ്രീം ഒന്നുകൂടി പഠിച്ചരാം. സ്നേഹക്കളിവാക്ക് ഇങ്ങനെയുണ്ട്. ഗമം മദപപ്പഗമ
മപമമ്മരേക പറഞ്ഞെന്നെ മപമമ്മരേക മപമമ്മരേക പറഞ്ഞെന്നെ. അപ്പം ഗമമപഗമമരേക പ്ലെയിന് അതിന്റെ ടച്ച് നോട്ട്. സ്നേഹക്കളിവാക്ക് ഗമം മതപപ്പഗമം മപമമ്മരേക മപമമ്മരേക പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ മകരിസസ. മനസ്സിലായോ? ക്ഷണിച്ചില്ലേ. സ്നേഹക്കളിവാക്ക് പറഞ്ഞെന്നെ ഗമം മതപപ്പഗമം മപമമ്മരേക മപമമ്മരേക മകരിസസ ക്ഷണിച്ചില്ലേ മകരിസസ ക്ഷണിച്ചില്ലേ. മകക്ക് പാട്ടച്ച് ചെയ്യാം. മകരിസസ ക്ഷണിച്ചില്ലേ മകരിസസ ക്ഷണിച്ചില്ലേ മകരിസസ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചില്ലേ. പാദ ക്ഷണി പാദ ചോട്ട് കുത്തില്ല ബേസാണ്. വലിയ മായം വരുന്നുണ്ട്, ചെറിയ മായമാണ്. അത് രണ്ടും വലുതും ചെറിയ മായമാണ്. അതുപോലെ തന്നെ വലിയ ദൈവതം വരുന്നുണ്ട്, വലിയ ഋഷഭം വരുന്നുണ്ട്. സാധാരണയാണ് വലിയ ഋഷഭം വരുന്നത്. പക്ഷെ മധ്യമം ദൈവതം രണ്ടും മാറുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിന്ധു ഭൈരവി രാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചെയ്തതാണ്. സിന്ധു ഭൈരവി മുഴുവനായിട്ടും പറയൂല, ഞാൻ പറയൂല. അപ്പം ഇത്രയ്ക്ക് ഈ സ്വരത്തിന് ലയം കിട്ടുള്ളൂ നമ്മള് പാടുമ്പോ. അല്ല സ്വരങ്ങളല്ലേ ടട്ടട്ടട്ടട്ടാ ഇങ്ങനെ പോകുന്ന സാധനല്ലേ ഹാർമോണിയോ. ഇത് രണ്ടും ചെറിയ മായ എന്നാണ് തുടങ്ങുന്നത്. ചെറുതും വലുതും പിന്നെ ചെറുതന്നെ. മനസ്സിലായോ? മമാമ ഗമ ഗഗ പാദ ദാമ ഗമ ഗഗ ഒറിജിനൽ ശ്രുതി 3-ലാണ് പാടിയത്. ഇത്രയും ടഫായിട്ടുള്ളത് ടോപ്പൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് എടുത്തത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് എനിക്ക് ദൈവം തന്നിരിക്കും. വളരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത് പാടിയത്. അപ്പം നിങ്ങൾ ഇതേമാതിരി വളരെ കഷ്ടപ്പെട്ട് പഠിക്കണത്. ഇതിപ്പോൾ അനുപല്ലവിയാണ് നമ്മൾ ചെയ്തത്. ചരണം ഇതേപോലെ തന്നെയാണ്, ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചരണമൊന്നും ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഇത് പഠിച്ചെടുത്തിട്ട് സ്വരങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിക്കണം. വളരെ അത്രയ്ക്ക് പക്ക കറക്റ്റാണ് ഞാൻ ചെയ്തത് സ്വരങ്ങൾ. അപ്പൊ ഒരു ക്രമപ്രകാരമാണ് ഈ സ്വരങ്ങളൊക്കെ പോകുന്നത്, രാഗങ്ങള്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിപ്പോയാൽ മൊത്തം പോയി. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഒരു ഭരണിയില് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 4 സംഗതി പറഞ്ഞുതരാം. വലിയ ഉരുളൻകല്ല്, അതിന് തൊട്ട ചരൽക്കല്ലുണ്ട്, പൂഴിയുണ്ട്, വെള്ളമുണ്ട്. ഇത് ക്രമപ്രകാരം ഈ
ഭരണിയിൽ നിറച്ചിട്ടില്ലെങ്കിൽ മൊത്തം ഡിസോർഡർ ആയി പോകും നമ്മുടെ ജീവിതം. ഭരണിയും അങ്ങനെ തന്നെ, ബാക്കിയൊന്നും കൊള്ളാണ്ടി ആവുന്നു, വെറുതെ ആയി പോകുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഭരണിയിൽ ആദ്യം തന്നെ നമ്മൾ പൂഴി നിറച്ചു കഴിഞ്ഞാലോ പിന്നെ ഒന്നും നിറയ്ക്കാൻ പറ്റില്ല. വെള്ളം നിറച്ചു കഴിഞ്ഞാലും ഈ സാധനമൊക്കെ വെറുതെ ആയി പോകും. അപ്പം ആദ്യം തന്നെ ഉരുളക്കല്ല് അതിൽ കംപ്ലീറ്റ് ഇടുക. അപ്പൊ അതിന്റെ സുഷിരങ്ങളൊക്കെ കുറെ വലിയ സുഷിരങ്ങളായിരിക്കും. അതിൽ ചരൽക്കല്ലിട്ട് ഇപ്പൊ മൊത്തം നിറയ്ക്കുക. അപ്പൊ എന്നാലും അതിനുള്ളിൽ കൂടെ സുഷിരം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? പൂഴി ഇടുക. പൂഴി ഇട്ട് കഴിഞ്ഞാൽ ഫില്ലായി, നമുക്ക് തോന്നും ഇനി ഒന്നുമില്ല. അപ്പൊ അതിൽ കൂടെ വെള്ളം പോവല്ലോ, വെള്ളം ഫുള്ള് അങ്ങോട്ട് ഒഴിച്ച് ക്ലീൻ ആക്കുക. അപ്പൊ ക്ലിയറായി. ഇതേമാതിരിയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഈ വിദ്യാഭ്യാസ സമയത്ത് വിദ്യാഭ്യാസം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ജോലിക്ക് അപേക്ഷിക്കുക, രണ്ടാമത്തെ സ്ഥാനത്ത് ജോലിക്കൊക്കെ അപേക്ഷിച്ച് ജോലിക്കായി, മൂന്നാമത് നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് നീറ്റായി ആ ഒരു ജീവിതമായി, പിന്നെ നാലാമത് പ്രായം സാധാരണമായി പ്രായമൊക്കെ ആകുമ്പോൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് ആൾ പഠിക്കാൻ വരുന്നുണ്ട്. പ്രായമായപ്പോൾ അവർക്ക് സംഗീതം വേണം, ഒക്കെ ഗവൺമെന്റ് ജോലിക്കാരും പലതാർക്കാരാണ്. അപ്പം അവരൊന്ന് ഫ്രീഡം അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് സംഗീതം വേണം, കാര്യങ്ങളൊക്കെ വേണം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് വളരെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇങ്ങനെയൊക്കെയാ വേണ്ടത്. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, രാവിലെ തന്നെ എഴുന്നേറ്റ്, ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മളൊരു ടാസ്ക് ഇടണമെന്ന്. ആ ടാസ്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരുപാട് അതിന്റെ പ്രോസസ്സിൽ നമ്മൾ വിജയിക്കണം. അതിലൊരു ഇംപ്ലിമെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് പ്രാവർത്തികമാക്കണം നമ്മൾ. എന്നാലും നമ്മൾ നടക്കുള്ളൂ, നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വിജയിക്കൂ. അത് സ്റ്റാർട്ട് ചെയ്യും, ഉടൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഞാൻ പറയുന്ന മാതിരി ചെയ്യ്. കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. മനസ്സിലായോ? അതെല്ലാം ചെയ്താലുള്ള കാര്യങ്ങൾ. ശരീരം നിലനിൽക്കണ്ടേ? പേശികളും സന്തുക്കളും ഒക്കെ രക്തങ്ങളൊക്കെ കംപ്ലീറ്റ് ശരീരത്തിൽ കൂടെ ഓടണ്ടേ? അപ്പൊ നമ്മൾ ഓടുക, എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക. കണ്ടോ എന്തൊരു ക്ലീൻ ആണ് ഇത്? യോഗ ചെയ്തിട്ട് അതിന്റെ ബ്രീത്തിങ് ചെയ്തിട്ടാണ്. യോഗന്റെ മാഷാണ് ഞാൻ. പക്ഷെ എനിക്ക് യോഗ എന്റെ ഗുരുനാഥൻ ഉണ്ണിരാമൻ മാഷും സത്യാനന്ദന്റെ വിജയരാം മാഷും ഉണ്ട്. രണ്ടാളുടെ ഗുരുനാഥന്മാരാണ്. അപ്പം ഇവരെ അടുത്ത് നോക്കിയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് നല്ല രീതിയിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഈ മൂക്കിന്റെ എക്സസൈസ് ഒക്കെ കാണിച്ചത് നോക്കി അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേമാതിരി നടക്കി, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾ വിജയിക്കും. ചെയ്തിട്ടില്ലേ ഒരിക്കലും വിജയിക്കൂല. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരത്തിന് ആദ്യം നല്ല നിലനിർത്തി, നമ്മളെ മനസ്സ് പോകുന്നിടത്തിൽ കൂടെ ശരീരം പോകണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സ് പലതും നമുക്ക് പറഞ്ഞു തരും. അതിനൊക്കെ നല്ല രീതിയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് പാട്ടിന് ഒരുപാട് സമയമായിപ്പോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ മദ്യപാനം ലഹരി മൊത്തം അങ്ങോട്ട് ഒഴിവാക്കി ഒരു നല്ല ജീവിതം, ആകെ ഒരു ജീവിതം നമുക്ക് കിട്ടുന്നത്, അത് നല്ല ഒരു സുഖത്തിൽ നമുക്ക് ജീവിച്ച് പോണ്ടേ. വെറുതെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അനുഭവം ഒരുപാട് കൂട്ടി വെക്കണോ വരുന്ന ജന്മത്തേക്ക്? ശരി, ഇങ്ങനെ ചെയ്യാൻ.